ഇതിന്റെ മറ്റൊരു വശാണിത്. ഇതാ ഓരോ ആണി അവരുടെ ആന്തരിക അവയവത്തിന് വേണ്ടിയിട്ട് അടിക്കാണ്. ഓരോ ആണി ഇന്ന ഭാഗം നശിക്കട്ടെ, ഓരോ ആണി ലിവർ നശിക്കട്ടെ, ഓരോ ആണി കിഡ്നി നശിക്കട്ടെ, ഓരോ ആണി കുടല് നശിക്കട്ടെ. അങ്ങനെയാണ് ഇത് കൂടോത്തരം പോയിക്കണ്. കണ്ടിട്ട് തോന്നുന്നത് അങ്ങനെയാണ്. പക്ഷെ ചൈനക്കാരും ഇടപെട്ടിട്ടുണ്ട് എന്നൊരു സംശയമുണ്ട്. കാരണം കുറെ എഴുത്തൊക്കെ ചൈനയിൽ വന്നിട്ടുണ്ട്, തമിഴിൽ വന്നിട്ടുണ്ട്, ഇബ്രു ഭാഷയിലും വന്നിട്ടുണ്ട്. ഈ അടിയിൽ എഴുതിയ വറഖത്തുൽ ഹൈസമുൽ കുസുഹു ഹൈസുമുന് ചെയ്താണെന്ന് തോന്നുന്നുണ്ട്. ചില എഴുത്തൊക്കെ അങ്ങനെ വരുന്നത്. ഇത് വൽ അസ്റത്ത വൽ മൗത്ത വല്ലബ വല്ലബൽ ഖറബ ഖറബത്തുൽ ഹംസിയ വൽ ഗുദുസ. ഗുദുസ് പോലെ കെടുക്കുന്ന ഒരു തേങ്ങയാണ്. അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് കുത്തിച്ചിരിക്കുക. എന്നിട്ട് അതിന് പുറത്ത് വരാൻ പറ്റാത്ത രൂപത്തിൽ ശ്വാസം മുട്ടി ചാവാനുള്ള ഒരു സംഗതിയിലുള്ള ഒരു ചെയ്യലാണ്. ഏകദേശം സുമാർ 32 ആണികൾ ഇതിന് അടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 32 ആണികൾ അടിച്ചു കഴിഞ്ഞാൽ അയാളുടെ പ്രധാനപ്പെട്ട അവയവങ്ങൾക്ക് ഈ കൂടോത്തരം ഏറ്റിട്ടുണ്ടാവും എന്നുള്ളതാണ് നമുക്ക് ഉറപ്പുവരുന്നത്. മാത്രല്ല ഈ വീട്ടിന്റെ ചുറ്റുഭാഗത്തുള്ള ആൾക്കാര് പുറത്ത് കടക്കാൻ പാടില്ല, ഈ വീട്ടിലുള്ള ആൾക്കാര്. അപ്പൊ അതിനൊരു കല്ലിട്ടുണ്ട്. ഈ കല്ലിൽ നിന്ന് അങ്ങേ കല്ലിലേക്ക് ചാടുമ്പോ ഇവിടെ ഒരു കത്തിരിപ്പൂട്ടാണ്, ഇവിടെ ഒരു 8 ആണി അടിച്ചിട്ടുണ്ട്. ഈ 32 ആണി അടിച്ചാൽ അതിൽ നിന്നും പുറത്തു പോയി കിട്ടണമെങ്കിൽ വലിയ പ്രയാസമാണ്. പക്ഷെ പുറത്ത് കടന്ന് രണ്ടാമത്തെ കല്ലിലേക്ക് കടന്നാൽ 8 ആണിയുള്ളൂ. അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പുറത്തേക്ക് പോവാ. ഇത് അത്ര വലിയ സ്ട്രോങ് ഇല്ലാത്ത കൂടോത്തര. പിന്നെ മാത്രല്ല ഇന്റെ കയ്യിൽ കാണുന്ന ഈ കൂടോത്തരത്തിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഇത് ഭയങ്കര ഡേഞ്ചർ സിറ്റുവേഷനില്ല. കാരണം 2 തല അടച്ചിട്ട് കത്തിരിപ്പൂട്ടിട്ടാണ്. ഈ ചുവടടപ്പം എന്നൊക്കെ പറയില്ല, അങ്ങനെ നമുക്ക് ചവിട്ടിനുണ്ട് അടിച്ചാൽ ഒരു മൂളക്ക ഉണ്ടാവുള്ളൂ. അതേപോലെ അടച്ചിട്ടിക്കാണ്. അപ്പൊ ഇതൊന്ന് നമ്മൾ പൊട്ടിച്ചു നോക്കണം. ഒരു പക്ഷേ സ്വർണം ഉണ്ടാവാൻ സാധ്യത കുറവാണ്. കാരണം സ്വർണത്തിന് ഇപ്പൊ വലിയ വില കൂടെ കാരണം ഇത് പെട്ടെന്ന് പിന്നെ സ്വർണം വെച്ചിട്ട് കൂടോത്തരം ആരും ഇന്ന് വരെ ആരും ചെയ്യില്ല, ചെയ്തിട്ട് കാര്യമില്ല. കാരണം ആ സ്വർണത്തിന്റെ കായ് പോകും. ഇത് ചിലത് വലിക്കുള്ളൂ, ചിലത് വലിക്കില്ല. അപ്പൊ നമുക്ക് ഇത് എന്ത് ചെയ്യണം? ഇതിന്റെ ഉള്ളിലുള്ള ഒന്നൊരിക്കലും ഭൂതാവും ഇടക്ക് പുറത്തേക്ക് ചാടും, അല്ലെങ്കിൽ നമ്മളെ പെരടി കൂടെ കയറി ഓടും, അല്ലെങ്കിൽ നമ്മളെ മേത്ത് കയറും. അങ്ങനെ ഒരു സംഗതിയിലേക്കാണ് എത്തിപ്പെടുക. അപ്പൊ ഇത് നമ്മള് ഒരു കല്ലെടുക്കുക. ഇത് ഇപ്പോഴത്തെ ആധുനിക ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുമ്പോൾ കൂടോത്തരവും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിപ്പോ പൈപ്പാണ്. ഇപ്പൊ മുമ്പൊക്കെ കുപ്പിയിലാണ് ഇറക്കിയിട്ട് ഒരു തകിട് വെച്ചിട്ട് ഇങ്ങനെ ഒരു അടപ്പാണ്. ആ അടപ്പ് ചില്ല് കുപ്പിയിലാവുമ്പോ എത്രയും പെട്ടെന്ന് പൊട്ടിച്ചിട്ട് അവർക്ക് പുറത്ത് കടക്കാൻ പറ്റും. ഈ പുറത്ത് കടക്കാൻ പറ്റാത്ത വീട്ടിലാണ് പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നത്. ആദ്യം ഈ കൂടോത്തരം ഏൽക്കുന്ന സമയത്ത് മനുഷ്യർക്ക് തളർച്ച ഉണ്ടാവും, ഒരു തളർച്ച. പിന്നെ പുറത്തിറങ്ങാൻ പറ്റില്ല, തളർച്ച ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ അയാള് ഇനി ഒരു ജോലിക്ക് പോകണോടത്തും അവിടെയും ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയിലുള്ള ഒരു തളർച്ച സംഭവിക്കും. ഹിമാറിയങ്ങൾ ഒരു മനുഷ്യനെ എങ്ങനെ നശിപ്പിച്ച് കളയാൻ പറ്റും എന്നുള്ളതിന്റെ യാഥാർത്ഥ്യമാണ് അസൂയ, കിബിറ്, കുസുമ്പ്. അടിച്ചിട്ടും തച്ചിട്ടും ഒന്നല്ല ഒരാളുടെ ജീവിതം നശിപ്പിക്കുക, ആ കുടുംബത്തെ കുളം തോണ്ടുക എന്നുള്ളതാണ് അസ്മാഉൽ ഹുസ്ന എന്ന് പറഞ്ഞത്. അപ്പൊ ഇത് ഭയങ്കര ഡേഞ്ചർ ഓഫ് സിറ്റുവേഷൻ. അപ്പൊ ഈ ഡേഞ്ചർ സിറ്റുവേഷനിലുള്ളതാണ് ഇത്. നല്ല പൂട്ടിക്കണേ ഒരു പക്ഷേ പശട്ടിട്ട് ഒട്ടിച്ചുണ്ടാവും. അയാൾ ഇപ്പോഴും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിണ്ടാവില്ല. അയാളെ പുറത്തിറങ്ങാനുള്ള പരിപാടിയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ആരായാലും നമ്മളത് പൊട്ടിക്കാൻ പോവാണ്. നിങ്ങൾ പുറത്തിറങ്ങിക്കോളി, നിങ്ങൾക്കുള്ള എല്ലാ സപ്പോർട്ടും തരാം. ഇത് അസ്മാഉൽ ഹുസ്നൊന്നല്ല, ഇത് കൂടോത്തര. എന്താ സോങ്ങിലാണ് എത്തിക്കണ്. ആള് വലിയ മൂപ്പരാതുകൊണ്ട്. ഇത് വേറെ കാര്യണ്ട്. ഈ അടപ്പ് നമ്മൾ തെറിപ്പിക്കണം. ഈ ഭാഗം നമ്മൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ വീടിന്റെ ഒരു ചുമര് പൊളിഞ്ഞു പോകുന്നതിന് അനുകൂല്യമായിട്ട് വരിക. അപ്പൊ യഥാർത്ഥ വാതിൽക്കൽ കൂടെ തന്നെ പുറത്തേക്ക് ആൾക്ക് കടക്കണം. അപ്പൊ അതിനുള്ള ആള് പുറത്തേക്ക് അയാളുള്ള അസുഖമൊക്കെ മാറിണ്ടാവും. ഞാൻ ഇവിടെ മേടുമ്പോ ഇത് വലിയ പണിയാ. ഇത് ചെമരന്നെ പൊട്ടിച്ചു പോയിക്കോട്ടെ, അതല്ലേ ഇത് കിട്ടണില്ല.
ഇത് വലിയ പണി, നല്ല കത്തിരിപ്പൂട്ടാണല്ലോ കൂടോത്തരം. ഇതാണ് കൂടോത്തര. ഇങ്ങനെ മനുഷ്യന്മാരെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഇങ്ങനെ കൂടോത്തരം. ഇതാണ് കൂടോത്തരം. അല്ലല്ല, ഇത് വലിയൊരു 1.5 പണിയാണ്. അല്ല, കടുക് മണിമേലാണ് കൊടുത്തിട്ട് പണിട്ടാ. അപ്പൊ കടുക് മണി രൂപത്തിലാണ് ഇത് പോണത്. തല കറങ്ങണൊക്കെ ഉണ്ട്, ഏറ്റിക്കണോ ഒന്ന് തല കറങ്ങണുണ്ട്. വൽ ഇഞ്ചി, വൽ കടുക്, വൽ സബോള, തക്കാളി, വറത്തിൽ ഹംസു വൽ അബുസു അൽ അദലത്തിൽ ഗൗസറത്തിൽ മൈമനത്തുൽ ഹംസത്തുൽ ഹബ്ബാസ വദറഗ. ഈ 8 പേർക്കാണ് ചെയ്തിട്ടുള്ളത്. വസകുൽ സബ സത്ത അറക്കത്തിൽ മൗത്ത് വദമ്പല. ദമ്പല് കൊണ്ട് അടിച്ച് ഈ കൂട്ടിലെ അരക്കിക്ക എന്നുള്ളതാണ് അതിന്റെ അർത്ഥ ഉദാഹരണം. അപ്പൊ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഒക്കെ ഇതേപോലത്തെ തന്നെ കേട്ടാ. ഇവിടെ എന്താണ് ഇട്ടിക്കണത് എന്നുള്ളതാണ്. എന്താണ് ഇപ്പൊ ഇത് സാധനമാണോ? എള്ള്. അള്ളന്റെ റബ്ബേ, എള്ളുമ്മല പണിയെടുത്തിക്കണ്, പെട്ടെന്നുണ്ടാവില്ല. അപ്പൊ ആർക്ക് വേണ്ടിയിട്ട് ചെയ്തതാണെന്നുണ്ടെങ്കിലും ഇത് കഴിച്ചലായി ഉണ്ടാവും. ഞാൻ ഇപ്പൊ ഇവിടെ പൊട്ടിച്ച കാരണം ആ വീട്ടുകാർ കഴിച്ചലായി. അപ്പൊ എത്ര പേർക്കാണ് ഇത് ചെയ്തിക്കണ് എന്നുള്ളതും പാടെ കാണാം. 1, 2, 3, 4, 5, 6, 7 കൃത്യമായ കണക്കോട് കൂടി 7 പേർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പണിഷ്മെന്റ് ആണ് ഈ കൊടുത്തിട്ടുള്ളത്. പിന്നെ മാത്രല്ല 7 പേർക്കാണ് എന്നുണ്ടെങ്കിൽ അത് അറിയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 1, 2, 3, 4, 5. ഇതില് 5 ഉള്ളൂ. ഇത് വലിയ നീട്ടക്ഷരാ. റായ് വാവ് ബാവ് ബാവ് ആവ് ഐന് വൈന് വൈന് ഇൽ അൽ ഉൽ അൽ അർഷ അവസ അദസു അമൽസു അൽദ്രിബി അസഹനത്തുൽ മൗത്ത്. ഇത് മൗത്താവണം എന്നുള്ള രീതിയിൽ ചെയ്ത ഒരു അസ്മാഉൽ ഹുസ്നയാണ്. അസ്മാഉൽ ഹുസ്ന എന്ന് പറഞ്ഞത് കൂടോത്തരട്ടാ. അല്ല, അസ്മാഉൽ ഹുസ്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസ്മാഉൽ ഹുസ്നക്കാര് നമ്മളതിനകത്ത് കയറണ്ട. 1983 9 4 67 8 2 3 4 5 6 7 8 9 1 2 3 4 ദവറത്തുൽ സ അസ്റത്തുൽ ദ മിസ്റത്തുൽ ദി ബുസ്റത്തുൽ ദ. അങ്ങനെ പല ദം ദാന്ന് ലാസ്റ്റ് വരുമ്പോ ദം എന്നുള്ള വാക്ക് വരുമ്പോ ദം എന്ന് പറഞ്ഞാൽ പൊട്ടുക അല്ലെങ്കിൽ ചിന്നിച്ചെതറുക. അതേപോലത്തെ ഒരു അസ്മാഉൽ ഹുസ്നയിൽ കൂടെയാണ് ഈ സംഗതി പോയിട്ടുള്ളത്. അപ്പൊ ഈ തോട്ടിൽ പല ഭാഗത്തുകളായിട്ടുണ്ട്. അപ്പൊ മാത്രല്ല ഇത് 2 പൂട്ടിട്ടിരിക്കുകയാണ്. ഇതൊരിക്കലും നമുക്ക് തുറക്കാൻ പറ്റില്ല. കാരണം ഇത് തുറന്നു കഴിഞ്ഞ ആള് രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ ഇത് തുറന്നത് കൊണ്ട് ആള് രക്ഷപ്പെട്ടു. ഏകദേശം സ്വർണത്തിന്റെ ഒരു കളറിലാണ് തകിട് എടുക്കുന്നത്. പേപ്പർ ഏകദേശം 1 2 3 4 5. അപ്പോ 7 പേരാണ് തകിടിലുള്ളത്. പേപ്പറിലാണെങ്കിൽ 5 പേരും. അപ്പോ 2 പേരെ പേപ്പറിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. അയാൾക്ക് അത്ര വലിയ സ്ട്രോങ് ഉണ്ടാവില്ല. ഈ 7 പേർക്കാണ് ഈ കൂടോത്തരം വെച്ചുകൊടുത്തിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഒരു മനുഷ്യന്മാരിനെ നശിപ്പിക്കുക എന്നുള്ളതാണ് കൂടോത്തരം. കൂടോത്തരം ചെയ്യാൻ ഒരിക്കലും പാടില്ല. അതൊരിക്കലും നമ്മൾ ചെയ്യരുത്. വേണമെങ്കിൽ നേരിട്ട് പോയിട്ട് 2 ചെപ്പക്ക് കൊടുത്തോ, എന്നാലും കുഴപ്പമില്ല. ഒരിക്കലും നമ്മൾ കൂടോത്തരം ചെയ്യരുത്. മറ്റുള്ളവരെ കാണാത്ത രൂപത്തില്, പിന്നെ അവരോട് മുണ്ടാത്ത രൂപത്തില് ചതി എന്നുള്ള സാധനത്തിന്റെ ഒരു കാര്യമാണിത്. ഈ ചതിക്കുക, കൂടോത്തരം ചെയ്ത് ആ വീട്ടിലുള്ള എല്ലാവരെയും കൂടോത്തരം ചെയ്ത് നശിപ്പിക്കുക എന്നുള്ള ഒരു ചിന്തയാണ്. കൂടോത്തരം എന്ന് പറഞ്ഞത് ഏൽക്കാതിരിക്കില്ല.
അത് സത്യം തന്നെയാണ്. അത് ഏൽക്കുന്ന ഒരു സംഗതിയാണ്. അത് ഏറ്റവരൊക്കെ ഇവിടെ പല ഭാഗത്തൊക്കെ ഉണ്ട്. ഞാനിപ്പോ അതൊന്നും വെളിപ്പെടുത്തി പറയണില്ല. ചെയ്തോരും പടച്ചോരും തമ്മിലായിക്കോട്ടെ, അതിന് ഈ കൂടോത്തരം ചെയ്യുന്നവർക്ക് പടച്ചോ അതിന്റെ യഥാർത്ഥ ശിക്ഷ കൊടുത്തിരിക്കും, ഇന്നല്ലെങ്കിൽ നാളെ. അപ്പോ ഇത്തരം കാര്യങ്ങൾ ചെയ്യണവർക്കൊക്കെ ഉള്ള ഇത്തരം കാര്യങ്ങൾ ചെയ്ത് ഇത് ഏറ്റു കഴിഞ്ഞാൽ വരുന്ന കുഴച്ചല്, ആകെ തകർച്ച, ആകെ മനസ്സിനൊരു സമാധാനം ഇല്ലായിക, മനസ്സിന്റെ താളം തെറ്റിപ്പോകുന്ന ഒരു സംഗതിയാണ്. അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലേക്കൊന്നും ആരും പോവണ്ട. അത് പടച്ചിട്ട് തിരിച്ച് പടച്ചോ ഒരു കൂടോത്തരം അങ്ങോട്ടാണ് ചെയ്യും. അപ്പൊ ഒരു 1.5 കൂടോത്തരാവും. അപ്പൊ ഇത്തരം കാര്യങ്ങളും കൂടോത്തരമൊന്നും ചെയ്യാൻ ആരും നിൽക്കണ്ട. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോയും കാര്യങ്ങളും. അപ്പൊ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. അപ്പൊ നമ്മളെ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലും ബ്രേക്ക് ഒന്ന് കയറി അമർത്തി കൊടുക്കുക. ലെറ്റ്സ് ഗോ ദ വീഡിയോ.